സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു GX എന്നും പറഞ്ഞ ഒരു കമ്പനിയുടെ മോഡാണ് ചെയ്യാൻ പോകുന്നത്, റൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പ്രോഡക്റ്റ് നെയിം വന്നിട്ട് ടൈറ്റാനിയം T21, പിന്നെ പ്രോഡക്റ്റ് മോഡൽ വന്നിട്ട് ടൈറ്റാനിയം 2022 എന്നും പറഞ്ഞുള്ള ഒരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റൂട്ടിങ് നമുക്കറിയാമല്ലോ, നമ്മൾക്കിപ്പം കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് മോഡത്തിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ട് ഒരു ലൈൻ കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് അതിൻ്റെ IP അഡ്രസ്സ് ആ മോഡത്തിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്, അതിൽ കയറുന്നു. നമുക്ക് ഇങ്ങനെ വരുന്നു, അറിയാമല്ലോ. ഇതിൻ്റെ മോഡത്തിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേരള വിഷൻ്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്ന മോഡമാണെങ്കിൽ അതിൻ്റെ KV എന്നും പറഞ്ഞ ഒരു പാസ്വേഡ് ഉണ്ട്. അല്ലെങ്കിൽ ഈ മോഡത്തിൻ്റെ ബാക്കിലെ പാസ്വേഡിൽ അടിച്ച് കയറി നോക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ലോഗിൻ ചെയ്തു. എന്നിട്ട് നമുക്ക് നേരെ കണ്ടല്ലോ, ഇതിങ്ങനെ ഒരു പേജാണ് നമ്മൾ വരുന്നത്. ഈ മോഡമാണ്, ഇത് കാണിക്കുന്ന മോഡമാണ് അത് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെറ്റ്വർക്കിനകത്ത് നമ്മൾക്ക് വേനകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഇങ്ങനെയാണ് ഒരു പേജ് വരുന്നത്. നമുക്ക് ന്യൂ കണക്ഷനായിട്ടാണ് ഇത് പോണ്ട ഒന്നും ചെയ്യണ്ട, ന്യൂ എടുക്കണം. ന്യൂ എടുത്തതിന് ശേഷം TRC മാറ്റിയിട്ട് നമുക്ക് TRC ഇൻ്റർനെറ്റ് ആക്കാം. വേറെ ഇവിടെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് നമുക്ക് ഈ ലൈൻ 1 and 2 ക്ലിക്ക് ചെയ്യാം, പിന്നെ ഇതും ക്ലിക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് PP തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ IP6 and IP4 ഇടുന്നു. പിന്നെ ടാഗിനകത്ത് നമ്മൾ അവരോരോ ടാഗ് VLAN ടാഗ് ഇടുന്നു. MTO വന്നിട്ട് 1480 കേരള വിഷൻ്റെത് നല്ലതെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ യൂസർ നെയിമും നമ്മൾ കൊടുക്കുന്നു. വേറെ ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇതെല്ലാം ക്ലിയർ ആണ്. എന്നിട്ട് നമ്മൾ അപ്ലൈ ചേഞ്ചസ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നു. നമുക്ക് ഇത് അപ്ലൈ ചേഞ്ചസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാറ്റസിലോട്ട് പോയിട്ട് നെറ്റ് ഇൻഫോയിലോട്ട് പോയി നോക്കാം. ഇത് നെറ്റ് എടുത്താന്ന് നോക്കാം. നെറ്റ് എടുത്തിട്ടുണ്ട്. ഈ നെറ്റ് എടുത്തുകൊണ്ടാണ് IP ഇതിൻ്റെ DNSൻ്റെ ഇതൊക്കെ വന്നത്, മേക്കൊക്കെ വന്നത്. അപ്പോൾ ഈ നെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത നമ്മളെ വൈഫൈ SSIDയെ റൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് പോണത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ലാനിൽ ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്നിട്ട് വേനിൽ WLAN ഇതിനകത്ത് ഫസ്റ്റ് SSID അതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇവരിട്ടേക്കുന്നത് 75% ട്രാൻസ്മിറ്റർ പവർ. ഇത് നമുക്ക് 100 ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ 100 ഇട്ടതാണ്. പിന്നെ നമുക്ക് വന്നിട്ട് SSID, ഇതിൻ്റെ SSID നമുക്ക് നമുക്ക് ഇവിടുത്തെ നമുക്കിപ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ SSID ഇവിടെ ഇടുക. എന്നിട്ട് ഇവിടെ പാസ്വേഡ് കൊടുക്കുക, സേവ്. പിന്നെ നമുക്ക് ഇവിടെ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് 20 കൊടുക്കണതാണ്. ഈ 5G മോഡത്തിന് പ്രത്യേകിച്ച് നമുക്ക് 20 കൊടുക്കണതാണ് നല്ലത്. കുറച്ച് ദൂരങ്ങൾ കിട്ടും. നമുക്ക് 2 ഡ്യുവൽ ബാൻഡ് സിംഗിൾ ബാൻഡ് ആണെങ്കിലും കൊടുക്കാം. ഡ്യുവൽ ബാൻഡ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാര്യം മറ്റേ നമ്മൾ 5G ആകുമ്പോൾ ഒരുപാട് ദൂരം പോകത്തില്ല. അപ്പം ഇതെങ്കിലും ഇത് നല്ല ഒരു ദൂരം പോകും. അപ്പം ഇത് ബാൻഡ് വിത്ത് നമുക്ക് 20 കൊടുക്കണതാണ് നല്ലത്. എന്നിട്ട് പാസ്വേഡ് ഇവിടെ കൊടുക്കുക, നമുക്ക് സേവ് കൊടുക്കുക. ഇത് ഒന്നാണ്. ഇനി അടുത്തത് നമ്മൾ മറ്റേ മോഡം പോലെയല്ല, ഇതിനകത്ത് നമുക്ക് 2.4 എന്നും 5G എന്നും പ്രത്യേകം ഇല്ല. ഇതിനകത്ത് വന്നേക്കുന്ന WLAN ഇത് ഫസ്റ്റ് ആണ്, 2.4ൻ്റെയാണ്. ഇത് 5Gയുടെയാണ് നമ്മൾ ചെയ്യുന്നത്. 5G നമുക്ക് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 20 ഇത് ഈ മിക്സ് കൊടുക്കണം നല്ലതല്ല. എനിക്ക് തോന്നുന്നത് 40 കൊടുക്കുക. ഇത് കിടന്നോട്ടെ, 20, 40, 50 കിടന്നോട്ട്. ഇത് ചാനൽ 40 കിടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിനകത്തും SSID ഉണ്ട്. SSID നമ്മൾ കൊടുക്കുക.
കൊടുത്തതിന് ഇതിനകത്ത് SSID കൊടുക്കുക, പിന്നെ പാസ്വേഡ് കൊടുക്കുക, സേവ് കൊടുക്കുക. ഇത്ര തന്നെയാണ് ഇതിനകത്തുള്ള പരിപാടി. പിന്നെ അത് വേറെ ഒന്നുമില്ല. മനസ്സിലായല്ലോ? ഇതിനകത്ത് ആദ്യം നമുക്ക് ഇത്ര ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് കസ്റ്റമർ എൻ്റെ കൊണ്ടുവയ്ക്കാം. നെറ്റ് നമുക്ക് പേജ് കോഡ് കൊടുക്കാതെ തന്നെ ഇത്രയും ചെയ്തുകൊണ്ട് കാണാതെ തന്നെ നമുക്ക് ഇത് കൊണ്ട് കൊടുക്കാൻ കഴിയും. ഇതിനകത്ത് മനസ്സിലായല്ലോ? നമുക്ക് ഇതിനകത്ത് നെറ്റിനകത്ത് നമ്മൾ കൊടുക്കാൻ പോണത് സാധാരണ ന്യൂ ആയിട്ട് എടുക്കണം. ന്യൂ കണക്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ഫോണൊന്നും ചെയ്യേണ്ട. ഫോൺ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, അതിലൊന്നും ചെയ്യാതെ ന്യൂ എടുക്കുക, ഇത് കൊടുക്കുക. ഇത്രയും ഞാൻ ആദ്യമേ കാണിച്ചു തന്നല്ലോ, അതേപോലെ തന്നെയാണ് ഇത് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതേപോലത്തെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ മാജിക് ഡിജിയുടെ സോഫ്റ്റ്വെയറിനും പിന്നെ H8നെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്.